ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മുരിങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമുക്കെല്ലാവർക്കും അറിയാലോ, മുരിങ്ങയിലയും മുരിങ്ങക്കായും പ്രകൃതിയുടെ ഒരു അപൂർവ വരദാനമാണെന്ന്. മുരിങ്ങയിലയിൽ ധാരാളം കാൽസ്യം, അയൺ, പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. കൂടാതെ ആന്റി ഓക്സിഡൻസും ധാരാളമുണ്ട്. വിറ്റാമിൻ എ, സി, ഇയുടെ പ്രസൻസ് ഉള്ളതിനാൽ തന്നെ ഹെയർ സ്ട്രെങ്തനും സഹായിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നാൽ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. കറിക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് നമുക്ക് 10 മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുതിരാനിട്ട് വെക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുതിർന്ന പരിപ്പ് 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റാം. പരിപ്പ് വേവാൻ പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. വേവിക്കാൻ വെച്ച പരിപ്പിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയും ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചുരുകിയെടുക്കാം. തേങ്ങ നമുക്ക് ഇനി ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കുക്കറിൽ 2 വിസിൽ വന്നു. അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്ന് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കുക്കറിൻ്റെ 2 വിസിലുകൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചേർത്ത പരിപ്പ് വെള്ളം ഫ്ലെയിം ഓണാക്കി ഗ്യാസിൽ തിളയ്ക്കാൻ വേണ്ടി വെച്ചു കൊടുക്കാം. പരിപ്പ് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഒരല്പം ചേർത്ത് കൊടുക്കാം. പരിപ്പ് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഈ പരിപ്പ് വെള്ളം മറ്റൊരു പാത്രത്തേക്ക് മാറ്റാം. ഇനി നമുക്ക് കുക്കറിലേക്ക് വെളുത്തുള്ളി വാടാൻ പാകത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ ഒരു 6 വെളുത്തുള്ളി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി വാടിയതിനു ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയില കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില വാടുന്നത് വരെ ഒരു കയ്യിൽ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങയില ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മുരിങ്ങക്കറി നന്നായി ഇളക്കി ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങക്കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. മുരിങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുമിളകൾ വന്ന് തിളയ്ക്കാതെ ശ്രദ്ധിക്കുക. മുരിങ്ങക്കറി തിളച്ചാൽ മുരിങ്ങയിലയിലെ കയ്പ്പ് കറിയിലോട്ട് ഇറങ്ങുന്നതായിരിക്കും. മുരിങ്ങക്കറി ഇതുപോലെ ചോറിന് മേലെ ഒഴിച്ച് 2 കൊണ്ടാട്ട മുളകും കുറച്ച് അച്ചാറും വെച്ച് ഒരു പിടി പിടിച്ചാണ്ടല്ലോ, സൂപ്പറായിരിക്കും. സൂപ്പർ കോംബോ ആയിരിക്കും ഇത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയുക. സോ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക.